നമ്മളോട് ചാനലിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു, പക്ഷേ ഹാർമോണിയം ആണോ നല്ലത് അതോ കീബോർഡാണോ നല്ലത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഹാർമോണിയം എന്താണ്, അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകും. ഹാർമോണിയത്തെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയാണ്. കാരണം ഇന്ന് ഇതൊരു ആൻറ്റിക് പീസാണ്. കീബോർഡ് നമുക്ക് എല്ലായിടത്തും കാണാം, വളരെ റെയർ സ്ഥലങ്ങളിൽ മാത്രമേ ഹാർമോണിയം കാണാറുള്ളൂ. ഇത് ഞാൻ മുൻപൊരിക്കൽ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയ ഒരു ഹാർമോണിയമാണ്. ഇത് ഫോൾഡബിൾ ടൈപ്പ് ഹാർമോണിയമാണ്. അതാണ് നമുക്കിങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറക്കണം. നമുക്ക് ഇതിൻ്റെ ഫോൾഡബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് കൊണ്ട് നടക്കാൻ വളരെ സൗകര്യമാണ്. അതാണ് ഈ ഫോൾഡബിളിൻ്റെ പ്രത്യേകത. ഇത് കണ്ടില്ല, ഇതിങ്ങനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേസമയം സ്റ്റഡി ആയിട്ടുള്ള ഫോൾഡബിൾ അല്ലാത്ത ഹാർമോണിയത്തിന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇച്ചിരി സൈസ് കൂടുതലായിരിക്കും. ഇതാണെങ്കിൽ മടക്കി നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഹാർമോണിയങ്ങളെ സിംഗിൾ റീഡ്, ഡബിൾ റീഡ് എന്ന് ഒക്കെ കാറ്റഗറൈസ് ചെയ്യും. ഈ സിംഗിൾ റീഡ് ഹാർമോണിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നോട്ട് പ്രസ് ചെയ്യുമ്പം, ഒരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അകത്ത് ഒരു ചേമ്പറിലോട്ടായിരിക്കും എയർ പോകുന്നത്, ഒരു സ്വരമായിരിക്കും കേൾക്കുന്നത്. അതേസമയം ഡബിൾ റീഡ് ഹാർമോണിയം എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ റീഡ് ഹാർമോണിയം പ്ലസ് കപ്ലിംഗ് ഉള്ള ഹാർമോണിയമാണ്. കപ്ലിംഗ് എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റീഡ് എന്തുവാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഡബിൾ റീഡ് എന്ന് പറഞ്ഞാൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സ്വരങ്ങളാണ് ഒരേ സ്വരത്തിൻ്റെ തന്നെ സാധാരണ രണ്ട് റീഡുകളിൽ നിന്ന് വരും. അതായത് രണ്ട് റീഡുകൾ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒരു കൊയറിൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടും. രണ്ടുപേരും ഒരുമിച്ച് പാടുന്നതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അതാണ് ഈ ഹാർമോണിയം വായിക്കുന്നതിന് ഏറ്റവും വലിയ സുഖം. അപ്പോൾ നമുക്കൊരു കോഡ് കൊടുക്കാതെ തന്നെ നമുക്കൊരു കോഡിൻ്റെ ഫീലിംഗ് ഒരു നോട്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കാണുന്ന ഇതൊക്കെയാണ് ഇതിൻ്റെ നോബ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. നമ്മൾ കണ്ടായിരിക്കും തിരിക്കുന്ന നോബ്സ് എന്ന് വിചാരിക്കുക. അർത്ഥം തിരിക്കുന്ന നോബ്സ് അല്ല. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്കുള്ള എയറുകൾ കൺട്രോൾ ചെയ്യുക, വാൽവുകൾ തുറക്കുകയാണ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വാൽവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസ് പാർട്ടും മിഡ് പാർട്ടിലേക്കുള്ള എയർ കൺട്രോൾ വാൽവ്സ് ആണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ നോബ്സ് ഈ കാണുന്നതെന്ന് വെച്ചാൽ ശ്രുതികളാണ്. അപ്പോൾ ഈ ഹാർമോണിയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഡ്യുവൽ റീഡ് ഹാർമോണിയമാണ്. സിംഗിൾ റീഡ് ഹാർമോണിയംസ് ഉണ്ട്, കൊച്ചു ഹാർമോണിയം സാധാരണ റോഡിലൊക്കെ വായിച്ചു നടക്കുന്നത്. സിംഗിൾ റീഡ് ഹാർമോണിയത്തിൽ ഒരു നോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ നോട്ടിൽ നിന്നായിരിക്കും സ്വരം വരുന്നത്. ഡ്യുവൽ റീഡ് ഹാർമോണിയത്തിനകത്ത് ഒരു നോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അകത്ത് രണ്ട് റീഡ്, അതായത് രണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന എലമെൻസിൽ നിന്ന് നമുക്ക് സൗണ്ട് കിട്ടും. രണ്ട് എയർ ചേമ്പറിൽ കൂടെ സൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഒരു നോട്ട് കൊണ്ട് തന്നെ ഒരു കോഡ് കൊടുക്കുന്നത്. കീബോർഡിൽ നമ്മളൊരു കോഡ് കൊടുക്കുന്ന ഫീലിംഗ് ഒക്കെ ഒരു നോട്ട് കൊണ്ട് തന്നെ കിട്ടുന്നത്. പാടാൻ നല്ല രസമാണ് ഇത് വെച്ചിട്ട്. ഈ ഒരു ഹാർമോണിയത്തിൻ്റെ പ്രത്യേകത ഇതിനകത്ത് കപ്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഇപ്പം ഒരെണ്ണം പ്രസ് ചെയ്യുമ്പോൾ അകത്ത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം രണ്ട് നോട്ടാണ്. അതിനോട് ഈ കപ്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനോട് പ്രസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒക്ടേവിലെ ഇപ്പം ഡി പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ഒക്ടേവിലെ ഡിയും കൂടെ പ്രസ് ആകുന്നത് കാണാം. ഇതിനകത്ത് നമ്മൾ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് 4 റീഡുകളാണ് അകത്ത് പ്ലേ ചെയ്യപ്പെടുന്നത്. അപ്പം 4 റീഡുകളിൽ നിന്ന് സൗണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നോട്ട് കൊണ്ട് തന്നെ നല്ലൊരു കോഡ് ഫീലിംഗ് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് നോക്കാം. മേലെ മേലെ മാനം ഒരുപാട് സൗണ്ടുകൾ അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്തതാണ് ഇതിൻ്റെ പ്രത്യേകത.